ജൂൺ 12 നടന്ന ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തം യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ വലിയ രീതിയിൽ ഞെട്ടിച്ചു. എങ്ങനെയാണ് ആ വിമാന ദുരന്തം നടന്നത് എന്നുള്ളത്. ഇത് നടന്ന ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വ്യോമയാന വിദഗ്ധൻ കുറിച്ചിരുന്നു, ഇത് പൈലറ്റ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുക്കിയ ഒരു നാടകമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുക്കിയ ഒരു സാഹചര്യമാണ് ഇതെന്നുള്ളത്. അത് മീഡിയ മലയാള മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിന് ഞങ്ങൾക്ക് നിരവധി മോശപ്പെട്ട കമന്റുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ ആ നിലപാടിൽ തന്നെ വീണ്ടും ഉറച്ചു നിന്നു. കാരണം അത്രയും വൈദഗ്ധ്യം നേടിയ ഒരു വ്യോമയാന വിദഗ്ധനാണ് അക്കാര്യം പറയുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം US മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. അതായത് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖ പ്രകാരം എഞ്ചിനിലേക്ക് ഇന്ധനം എത്തുന്ന സ്വിച്ചുകൾ ഈ മനഃപൂർവ്വം ഓഫാക്കി എന്നാണ് പറയുന്നത്. അതായത് ഫ്യുവൽ സ്വിച്ച് ഓഫ് ചെയ്തത് പ്രധാന പൈലറ്റ് സുമിത് സബർവാൾ എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഈ വ്യോമയാന വിദഗ്ധരും ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകളും എല്ലാം എത്തുന്നത്. ഈ സഹ പൈലറ്റ് വെപ്രാളപ്പെട്ട് വിമാനം നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോഴും സുമിത് നിശബ്ദനായി ഇരുന്നതാണ് ഇതിന് കാരണമായി എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. സഹ പൈലറ്റ് വിമാനത്തെ ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിൽ പൈലറ്റ് പണി ഒപ്പിച്ചെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്ത്യ പറയുന്നത് ഈ നിലപാട് ശരിയല്ല, ഇത് പ്രാഥമികമായി നമ്മൾ ഈ നിഗമനത്തിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയരുത് എന്ന ഇന്ത്യൻ സർക്കാരും നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അപകടത്തിൽപ്പെട്ടത് ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ്. ഇത് പറത്തിയ ഫസ്റ്റ് ഓഫീസർ ടേക്ക് ഓഫിന് പിന്നാലെയാണ് സ്വിച്ചുകൾ എന്തിനാണ് ഓഫാക്കിയതെന്ന് ക്യാപ്റ്റനോട് ചോദിക്കുന്ന റെക്കോർഡുകളാണ് പുറത്തു വന്നത്. ഈ ഫസ്റ്റ് ഓഫീസർ ആദ്യം ആശ്ചര്യവും പിന്നീട് ഭയവും പ്രകടിപ്പിക്കുമ്പോൾ ക്യാപ്റ്റൻ കൂളായി തന്നെ ഇതാരാണ് ഓഫാക്കിയതെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ നിഴലിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ എയർ ഇന്ത്യ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കമ്പനികളെ രക്ഷിക്കാൻ വേണ്ടി പൈലറ്റിന് തലയിൽ ഇതുകൊണ്ട് വയ്ക്കുന്നതാണോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിനു മുൻപും ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിലാണോ എന്നുള്ളത് ഇന്ത്യൻ സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഫസ്റ്റ് ക്യാപ്റ്റനായ സുമിത് സബർവാൾ 20,000 മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ള ഒരാളാണ്. ഈ സഹ പൈലറ്റ് എന്ന് പറയുന്ന ക്ലീവ് കുന്ദർ 3000 അടി മുകളിൽ 3000 മണിക്കൂറിലധികം വിമാനം പറത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ സുമിത് സബർവാളിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു വിഷാദ രോഗിയായിരുന്നു. മാനസിക പ്രശ്നങ്ങൾ മൂലം പലപ്പോഴും അവധിയെടുക്കുന്ന ഒരാളായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അമ്മയും അച്ഛനും മാത്രം അടങ്ങിയ ഒരു ലോകമായിരുന്നു ഈ സുമിത്തിൻ്റേത്. അദ്ദേഹം അതിൽ ഇങ്ങനെ സന്തോഷവനായി, അമ്മയും അച്ഛനും മാത്രമുള്ള ലോകത്ത് വളരെ സന്തോഷവനായി കഴിഞ്ഞ ഒരാളായിരുന്നു. പക്ഷേ ഈ വിമാന അപകടം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെടുന്നു. അതിൽ ഇദ്ദേഹം അതീവ ദുഃഖിതനായിരുന്നു. അമ്മയുടെ മരണാന്തര ചടങ്ങുകൾക്ക് ശേഷം ലീവിലായിരുന്നു. മരണാന്തര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ആദ്യമായാണ് ഇദ്ദേഹം പിന്നീട് ഈ ഡ്രീം ലൈനർ 787 എന്ന വിമാനം പറത്താനായി വരുന്നത്. അപ്പോൾ മാനസികമായി തകർന്ന നിലയിലുള്ള ഒരാളായിരുന്നു ഈ സുമിത് എന്ന് പറയുന്ന 20,000 മണിക്കൂർ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള ഈ ക്യാപ്റ്റൻ. അപ്പോൾ ഇദ്ദേഹം മനഃപൂർവ്വം, അതായത് അമ്മയില്ലാത്ത ലോകത്ത് താനും ഇനി വേണ്ട, മരിക്കാനായി തിരഞ്ഞെടുത്ത ഒരു വലിയ വഴിയായിരുന്നു സ്വയം ആത്മഹത്യ ചെയ്യുകയും ഒരു കൂട്ടക്കൊലപാതകവും. അതാണ് നമ്മളിവിടെ കണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രമാത്രം ഒരു ക്രൂരമായ മനസ്സാണ് അദ്ദേഹത്തിൻ്റെതെന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു, അദ്ദേഹം മാനസികമായ വിഷമത്തിലായിരിക്കാം. അതിന് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കേണ്ട എങ്കിൽ മരിക്കാൻ ഒരുപാട് പോംവഴികളുണ്ട്. ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവർ എന്തെല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടായിരിക്കാം മറ്റു രാജ്യത്തേക്ക് പോകുന്നത്. ഇപ്പോൾ പത്തനംതിട്ട സ്വദേശി രഞ്ജിത നായർ, അവർക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അമ്മയാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അമ്മയും രോഗിയാണ്. അപ്പോൾ ജീവിതം ഒന്ന് കരപിടിപ്പിക്കാനായി ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയ ഒരാളാണ്. അവരുടെ മക്കൾക്കിനി അമ്മയില്ല. അതുപോലെ അമ്മ നഷ്ടപ്പെട്ട, അച്ഛൻ നഷ്ടപ്പെട്ട, സഹോദരൻ നഷ്ടപ്പെട്ട, പിന്നെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട എത്ര ആളുകൾ ആ വിമാനത്തിലുണ്ട്. മാത്രമല്ല, ഒരു തെറ്റും ചെയ്യാത്ത ഈ വിമാനം ഇടിച്ചിറങ്ങിയ അഹമ്മദാബാദിലെ മെഡിക്കൽ മെസ്സിൻ്റെ അവിടുത്തെ കുട്ടികളും ജീവനക്കാരും അടക്കം അവരൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ ഒരു കൂട്ടക്കൊല നടത്തിയ ഒരു പൈലറ്റ്, ഈ പൈലറ്റുമാരെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? ഇപ്പോൾ പൈലറ്റ് അസോസിയേഷനൊക്കെ ഇത് തള്ളിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ അഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഞങ്ങൾക്ക് നാണക്കേട്
ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറയുമ്പോഴും കുറേ പേരുടെ ജീവൻ ഈ പൈലറ്റുമാരുടെ കയ്യിലാണ്. ഒരുപാട് എന്താ പറയുക, ചെക്കിങ്ങും അതും ഇതും ഒക്കെ നടത്തി ഈ വിമാനത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ഈ പൈലറ്റുമാർക്കായി എന്ത് ചെക്കിംഗ് ആണ് നിങ്ങൾ നടത്തുന്നത്? അവരുടെ മാനസിക നില ശരിയാണോ? അവരുടെ ആരോഗ്യനില ശരിയാണോ? ഇവർ എന്തെങ്കിലും രീതിയിലുള്ള ആത്മഹത്യാ പ്രവണതകൾ ഉള്ള ആൾക്കാരാണോ? മാനസികമായി പ്രശ്നങ്ങളുള്ളവരെ എന്തിനാണ് ഈ പൈലറ്റുമാരാക്കി വീണ്ടും ഈ ജനങ്ങളെ കുരുതി കൊടുക്കാനായി? ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത 264 പേരെ കുരുതി കൊടുത്തിരിക്കുകയാണ് ഒരു പൈലറ്റ് എന്ന് പറയുന്നത്. ഈ നിഗമനങ്ങൾ സത്യമാണ് എങ്കിൽ പ്രാഥമികമായി വരുന്ന നിഗമനമാണ്. പ്രാഥമിക വിവരങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റിന്റെ പിഴവെന്ന് വരുത്തി തീർക്കാനാണ് അന്താരാഷ്ട്ര ശ്രമം എന്നാണ് ഇപ്പോൾ പറയുന്നത്. പൈലറ്റ് അസോസിയേഷൻ പറയുന്നതാണ്. ക്യാപ്റ്റൻ മുൻപ് വിഷാദ രോഗം പോലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട്. പിന്നാലെ മറ്റ് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇതേ വിവരങ്ങൾ വന്നു. പരിമിതമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. നിരുത്തരവാദിത്വപരമാണ് മാധ്യമ റിപ്പോർട്ടിനെ തള്ളി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അതായത് AAIB രംഗത്ത് വരുന്നത്. അന്വേഷണത്തിന്റെ സമഗ്രമായ ഇത്തരം വാദങ്ങൾ ദുർബലപ്പെടുത്തും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് പൈലറ്റുമാരുടെ അന്താരാഷ്ട്ര സംഘടനയും പറഞ്ഞിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പൈലറ്റുമാരെ സംശയനിഴലിലാക്കുന്ന വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിനെതിരെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. വിമാനാപകടത്തെ സംബന്ധിച്ച് നിഗമനങ്ങളിലേക്ക് എത്താൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തുടർച്ചയായി ശ്രമിക്കുന്നുവെന്നാണ് AIIBയുടെ വിമർശനം. വിമാന അപകടവുമായി ബന്ധപ്പെട്ട പ്രത്യേക താൽപര്യത്തോടെ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ നൽകുന്ന ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കെതിരെയാണ് ഈ AIIB രംഗത്ത് വരുന്നത്. അത്തരത്തിലുള്ള ചില നിഗമനങ്ങൾ, അതായത് ഈ സുമിത്, അദ്ദേഹം ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയപ്പോൾ അമ്മയില്ലാത്ത ലോകത്തിന് താനും വേണ്ട എന്ന് ചിന്തിച്ചാണ് അദ്ദേഹം മരിക്കാൻ തയ്യാറെടുത്ത് തന്നെയാണ് ഈ വിമാനം പറത്താനായി അദ്ദേഹം വന്നത്. ഈ പറന്ന് ഈ 33 സെക്കൻഡ് ആകുമ്പോൾ തന്നെ, അതായത് 625 അടി മാത്രം ഉയരത്തിലേ ഇത് പറഞ്ഞിട്ടുള്ളൂ. 33 സെക്കൻഡ് ആകുമ്പോൾ തന്നെ വിമാനം നിലം പതിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത്. അപ്പോൾ ഈ ജീവനുകൾക്കൊക്കെ ഇനി ആരാണ് ഉത്തരം പറയുന്നത്? ആരാണ് മറുപടി പറയേണ്ടത്? ഒരു പൈലറ്റിൻ്റെ മാനസിക വിഷമത്തിന്, അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതിൻ്റെ മാനസിക വിഷമത്തിന് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒപ്പം കുറേ കുരുതികളും നടത്തിക്കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ പൈലറ്റുമാരുടെ ഇത്തരം മാനസികാവസ്ഥകളെ കൂടുതൽ അറിയാനും അത് പരിശോധിക്കാനും ഇത്തരം വിഷാദ രോഗമുള്ളവരെ പൈലറ്റുമാരാക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതും ഇനി ഇത്തരത്തിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യം മറക്കരുത്. കുറേ പേരുടെ ജീവൻ വെച്ച് നിങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ കളിക്കുന്നത് ഓരോ കുടുംബത്തെയുമാണ് അനാഥരാക്കുന്നത് എന്ന് മറക്കാതിരിക്കുക.